എൻ്റെ മച്ചാന്മാരെ, എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തുള്ള ഒരു വിലങ്ങാട് എന്ന സ്ഥലത്താണ് പോകുന്നത്. അവിടെയുള്ള വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടാണ്. വിലങ്ങാട് വെള്ളച്ചാട്ടം പല സ്ഥലത്തും നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കി കാണാം. നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ്. അത്യാവശ്യം അത്ര ആഴമൊന്നും ഉണ്ടാവില്ല, നോർമലായിട്ട് കുളിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഒരുപാട് ഫാമിലികൾ വരുന്നു. ഇതെന്ന് പറയുന്നത് കടവത്തൂർ ജംഗ്ഷനാണ്. അപ്പോൾ അവിടെ നിന്ന് റൈറ്റോട്ട് പോയാൽ മതി, തലശ്ശേരി ഭാഗത്തു നിന്ന് വരുന്നവർക്ക്. അപ്പോൾ നല്ല റോഡ് തന്നെയാണ്, പോകുന്ന സ്ഥലമെല്ലാമൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതാണ് കുരുകുളം ശ്രീ ചേലനക്കാവ് ക്ഷേത്രം. അവിടത്തേക്ക് നിങ്ങൾ മാപ്പ് അടിച്ചു നോക്കിയാൽ മതി. സ്ട്രെയിറ്റ് റോഡ് തന്നെയാണ്. ഇത് അവിടത്തേക്കുള്ള ചെറിയ റോഡാണ്, ഒരു കട്ട് റോഡാണ്. അപ്പോൾ വേറെ ബ്ലോക്കോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ല. ഇവിടെ പോകുന്ന വഴിക്ക് നല്ല റോഡും കുണ്ടും കുഴി അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല. സുഖമായിട്ട് തന്നെ പോകാൻ ഞാനും എൻ്റെ ഫ്രണ്ട്സും പോയതാണ്. പിന്നെ അവിടെ എത്താറായ സമയത്ത് എന്ന് വെച്ചാൽ അവിടെ കടകളും അങ്ങനെയുള്ള അതെല്ലാം കുറവാണ്, പാർക്കിംഗ് ഏരിയ അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നാലും തിരക്ക് കുറവായതുകൊണ്ട് അടിപൊളിയായിട്ടുള്ള എന്താ പറയുക, നമുക്ക് കാണാൻ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാനെല്ലാം പറ്റും. അപ്പോൾ നമ്മളിവിടെ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ മെയിൻ റോഡിൽ നിന്ന് ചെറിയൊരു ഇടവഴി ഉണ്ട് അങ്ങോട്ടേക്ക് പോകാൻ. കുറച്ച് നല്ലൊരു വൈബിൾ ഏരിയ ആണ്, നമുക്ക് സുഖമായിട്ട് പോവാം, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഫാമിലി ആയിട്ട് പോകുന്നതിനെക്കൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ സൂക്ഷിക്കുക. വഴുക്കലെല്ലാം ഉണ്ടാകുന്ന സ്ഥലമാണ് മഴക്കാലം ആയതുകൊണ്ട്. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ ഉള്ള ബുദ്ധിമുട്ട് എന്ന് പറയാൻ മാത്രം ഇവിടെ ഒന്നുമില്ല കാര്യമായിട്ട്. ആഴം കുറവുള്ള വെള്ളച്ചാട്ടം തന്നെയാണ്. പിന്നെ ഒരു 10 മിനിറ്റ് നടക്കേണ്ട ദൂരമേ ഉള്ളൂ. ഇത് വഴി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ എന്നെല്ലാം. പിന്നെ കാടല്ല, ചെറിയ മരങ്ങളും അതുള്ളത് കൊണ്ട് പിന്നെ ചെറിയ അരുവി പോകുന്ന ശബ്ദവും കുറച്ച് പക്ഷികളെ ഒച്ചയും അതൊക്കെ ഞങ്ങൾക്ക് സുഖമായിട്ട് കേൾക്കാം. നല്ല ഭംഗിയുണ്ട്. അപ്പം അങ്ങനെ നടന്ന് നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തി. അപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ്. ഞങ്ങൾക്ക് ദൂരത്തുനിന്ന് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു. ഓൾറെഡി കുറേ ആൾ കുളിച്ചിട്ട് പോയി. പിന്നെ ഇതാണ് വെള്ളച്ചാട്ടം. എങ്ങനെയുണ്ട്? നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റിൽ ടൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരുപാട് നോക്കി, കുറച്ചൊന്ന് തിരക്ക് കുറേണ്ട ആൾക്കാരെല്ലാം പോകുന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം നിന്നായിരുന്നു. അപ്പോൾ ഓരോരുത്തരെല്ലാം ഇങ്ങനെ നോക്കി. അപ്പോൾ ഇപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്, കുട്ടികളാണ് കൂടുതലുള്ളത്. പിന്നെ അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന്. പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഈ ഒരു സമയത്ത് നമുക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നല്ല ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, നല്ല രസത്തിൽ ഇവിടുന്ന് എടുക്കാനൊക്കെ പറ്റും. പിന്നെ നല്ല തണുപ്പുണ്ട് വെള്ളച്ചാട്ടം. കുറച്ച് അധികം ഉള്ളോട്ടൊക്കെ പോകാനൊക്കെ പറ്റുമെങ്കിലും പക്ഷേ വെള്ളം വീഴുന്നതുകൊണ്ട് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് അവിടെ, നമ്മുടെ ദേഹത്ത് വീഴുന്നു വേണ്ട. പിന്നെ അതുമാത്രമല്ല, പിന്നെ ഫോട്ടോ എടുക്കാൻ നമ്മൾ കുറേ ആൾക്കാർ കൂടിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഫാമിലി ആയിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഏകദേശം നമ്മളൊരു അരമണിക്കൂർ അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാണ് തിരക്ക് കുറച്ചും കൂടി വന്നത്. ഇത് കാണാൻ തന്നെ നല്ല അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ജസ്റ്റ് ഇവിടെ വിസിറ്റ് ചെയ്യാം. കോഴിക്കോട് നാദാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് വിലങ്ങാട് വാട്ടർഫോളിൽ നിന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് നല്ലോണം കാണാം. പിന്നെ മഴക്കാലമായതുകൊണ്ട് തന്നെ നല്ല ഒരു വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ കുറച്ച് നേരത്തെ കുളിയെല്ലാം കഴിഞ്ഞ് എല്ലാം സ്ഥലം കളിയാക്കി ഒരു 1.5 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ദിവസം അടിപൊളിയായിരുന്നു. പിന്നെ വെള്ളച്ചാട്ടത്തിൽ നിന്നൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തിരിച്ച് പോകുന്ന വഴിക്ക് കുറച്ച് മഴ പെയ്തു, അതുകൊണ്ടാണ് നമ്മൾ റെയിൻ കോട്ട് ഇട്ടത്. അപ്പോൾ അങ്ങനെ കാണുന്നില്ല നിങ്ങൾ വീഡിയോയിലേക്ക് ഒരുപാട് ആൾക്കാർ പിന്നെയും വരുന്നുണ്ട്. ഇത് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചൊരു ടൂറിസ്റ്റ് പോലെ കേന്ദ്രത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ബെറ്റർ വഴിയെല്ലാം ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ആളുകൾ കൂടും. എനിക്കൊന്ന് കുറച്ചും കൂടി ആൾക്കാർ വരും, ഇനിയും വരുന്ന വർഷങ്ങളിലൊക്കെ ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും. പിന്നെ ഫാമിലിയും കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് വരാനെല്ലാം ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം അത്ര ആഴമില്ലാത്ത സ്ഥലമാണ് ഇവിടെ. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ഇവിടെ അങ്ങനെ ആഴമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഒരു ചെറിയൊരു ചായക്കടയുണ്ട്. പൊളിയെല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് നമുക്ക് ചായയും കടിയൊക്കെ കഴിക്കാം. പഴംപൊരി, നല്ല ചൂട് പഴംപൊരിയും കാപ്പിയോ ചായയോ കുടിക്കാം. നല്ലൊരു വൈബായിരുന്നു ആ ദിവസം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്. താങ്ക് യു.